ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി ഒരു സ്ഥലം വരെ പോകാം കേട്ടോ. വേറെ ഒരിക്കലും നമ്മൾ ഒറ്റപ്പാലത്തുള്ള കെല്ലിലേക്കാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ നാളായി ഹെയർ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കണം. സാധാരണ ഞാൻ സ്മൂത്തനിങ് അല്ലെങ്കിൽ ബ്ലോ ഡ്രൈ ഒക്കെയാണ് ചെയ്യാറുണ്ടായിരുന്നത്, പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇപ്രാവശ്യം ഹെയറിൻ്റെ ഒരു അവസ്ഥയെല്ലാം വെച്ചിട്ട് നമ്മൾ ബോട്ടക്സ് ചെയ്തിടാന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കണേ. അപ്പോൾ ഞാൻ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൺസൾട്ട് ചെയ്തപ്പോൾ ബോട്ടക്സ് ചെയ്തിടാന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നാണ് ആ ദിവസം. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കളറിങ് കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ചെയ്യുമ്പോൾ തന്നെ 4 to 5 hours ഇരിക്കണം. അപ്പോൾ അതിൽ കൂടുതൽ സമയം വീണ്ടും ഇരിക്കാനുള്ളൊരു മടി കാരണം കളറിങ് ഞാൻ വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അവിടെ പോയിട്ട് ബാക്കി കാണാം. അപ്പൊ ശരി, ഇപ്പൊ നമുക്ക് ബോട്ടോക്സ് ചെയ്യാം. എന്താ അറിയോ, ചെയ്ത് കഴിയുമ്പോൾ ഇതുണ്ടോ, ഈ ഭാഗം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഈ ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ആണ് പറ്റും. അപ്പോൾ 6 മാസം കഴിഞ്ഞാലും അല്ല, ഒരു 1 month കഴിയുമ്പോൾ നമുക്ക് ഒരു നാച്ചുറൽ ഫീലിലേക്ക് വരും. പക്ഷെ കേട് വരില്ല, പക്ഷെ ഒരു ബൗൺസിങ് വരും. അങ്ങനെ പറ്റയായിട്ട് കിടക്കില്ല. അപ്പോൾ ഇപ്പം ഈ ഒരു മാസം അങ്ങനെ കിടക്കുക? ഒരു മാസമല്ല, 1 week. അത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഒട്ടലൊന്നും ഉണ്ടാവില്ല. ഈ ഒരു സ്ട്രെയിറ്റ് ഒക്കെ തന്നെ ഉണ്ടാവും. നമുക്ക് ഒരുപാട് കേളല്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് വരില്ല. ഫ്രണ്ടിലൊന്നും ഫ്രെയിം ചെയ്യണ്ടല്ലോ, കാരണം കല്യാണത്തിന് ഇത്രയെങ്കിലും അത് വേണ്ട. അല്ല, കല്യാണത്തിന് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഷോർട്ടാക്കി കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യണം. ഇത് ഷോർട്ട് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റൈൽ മെസ്സിയൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഫൈനലി ഡിസ്കഷൻ എല്ലാം ശേഷം നമ്മൾ നേരെ മുകളിൽ പോയിട്ട് ഹെയർ വാഷ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ 4 വാഷ് ഉണ്ട് അത്ര. അതിൽ ആദ്യത്തെയാണ് ഇത്. അങ്ങനെ ദേ 1, 2, 3, 4ാമത്തെ വാഷാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നിരുന്ന് ബ്ലോ ഡ്രൈ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ആദ്യം ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ട് 3-4 പാർട്ടീഷനൊക്കെ ചെയ്ത് വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് അവർ ക്രീം അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം ക്രീം അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ലൈക്ക് എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യണമല്ലോ. ഇത് കുറേ ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 hours എന്തായാലും ഇരിക്കണം. അപ്പോൾ ആദ്യം തുടക്കമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എങ്കിലും ഇരുന്നു അതൊക്കെ നോക്കി എന്തൊക്കെയാണ് ചെയ്യണമെന്ന്. അങ്ങനെ ഇത് മൊത്തത്തിൽ ഇപ്പോൾ ക്രീമെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ മുഖം മാറുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഇച്ചിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഇത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിങ്ങനെ പൊതുവെ ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ റാപ്പ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഇച്ചിങ് നമുക്ക് തോന്നും, പക്ഷെ അത് നോർമലി ഉള്ളതാണെന്ന്. അങ്ങനെ ബാക്കിയുള്ള വന്നതൊക്കെ റിമൂവ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആ കെട്ടൊക്കെ വെച്ചിരുന്നു. ഒരു 40 to 45 minutesോളം അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ബോറടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. പിന്നെ കുറേ നേരം ഫോൺ നോക്കിയിരുന്നു, കുറേ പാട്ട് കേട്ടു, കുറേ ഇൻസ്റ്റ നോക്കി. അങ്ങനെ കുറേ നേരം സമയം കളയാൻ വേണ്ടിയിരുന്നു. പിന്നെ ഒരു 50 minutes ഒക്കെ കഴിഞ്ഞപ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ റാപ്പ് ചെയ്തത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അവസ്ഥ. അത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ ഓപ്പണാക്കി എടുത്തിട്ട് വീണ്ടും അവർ ബ്ലോ ഡ്രൈ ചെയ്യാൻ തുടങ്ങി. ഇത് ക്രീമെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഇത്ര നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് അവർ ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓരോന്നായിട്ട് പാർട്ടീഷൻ ചെയ്ത് എടുത്തെടുത്ത് ഫുള്ള് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമുക്ക് അയേണിങ് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ബ്ലോ ഡ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേ ഫുള്ള് സ്മോക്കായിരുന്നു കേട്ടോ. ഫുള്ള് പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ മൊത്തം. അങ്ങനെ അതേ ഓരോരുത്തരായിട്ട് വന്ന് ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെൻ്റെ ഇടയിൽ ഒരു കോഫി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിരിക്കുമായിരുന്നു. ബ്ലോ ഡ്രൈ അല്ലേ? ബ്ലോ ഡ്രൈ കഴിഞ്ഞു. ഇനി അയേണിങ് എത്ര ടൈം എടുക്കുന്നത് കഴിയാൻ?
രണ്ടും വട്ടം ചെയ്യണം. ഇതൊന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് വീണ്ടും. അങ്ങനെ അതേ അയേണിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു എന്തായി. കാരണം ഇതിൽ ക്രീം ഇപ്പോഴും ഉണ്ടല്ലോ ഹെയറിൽ. അപ്പോൾ ഭയങ്കര കട്ടിയായിരുന്നു. പിന്നെ അതേ ജ്യൂസും കട്ട്ലറ്റും കഴിച്ചു. ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ 10 മണിക്ക് കയറിയതാണല്ലോ. അപ്പോൾ ജ്യൂസും കട്ട്ലറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതേ അയണിലേക്ക് കടന്നു. അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോരം നേരം എടുക്കുന്ന അറിയോ നമുക്ക്. നമ്മൾ അവിടെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ബോറടിച്ച ഒരു വിത്താവും. നമ്മൾ വലിയ കുറേ ഉറങ്ങിപ്പോയി, തലക്കൈയിലെ വീട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളുടെ അവസ്ഥ ആലോചിച്ച് നോക്കില്ല. ഞാൻ അതിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ. അങ്ങനെ അതെല്ലാം കംപ്ലീറ്റായി കുറേ നേരത്തിന് ശേഷം കേട്ടോ മൊത്തത്തിൽ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാണ് കേട്ടോ. ഇനി കംപ്ലീറ്റ് ബ്ലോ ഡ്രൈ ചെയ്തു. അത് കഴിഞ്ഞ് 2 വട്ടം അയണിങ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ വാഷ് ചെയ്യണത് കേട്ടോ. ഇത് സിംഗിൾ വാഷേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിന് ശേഷം പിന്നെ നമ്മൾ ഇതോടെ പ്രൊസീജിയർ കഴിഞ്ഞു. അതിനുശേഷം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് വിടും കേട്ടോ. അപ്പം ഇത്രയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഫൈനലി ഇങ്ങനെയായി. ഇനി 2 days കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വാഷ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഷാമ്പൂവും കാര്യങ്ങളെല്ലാം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ഹെയർ ഇങ്ങനെ ആയിട്ടോ. ഇനിയിപ്പം എവിടെ പോവുകയാണെങ്കിലും കുഴപ്പമില്ല, കുളിച്ചാലും കുഴപ്പമില്ല. മറ്റേത് കുളിയൊക്കെ കണക്കായിരുന്നു, ഹെയർ സെറ്റ് ആവില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇനിയും എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. ഇനി 2 days കഴിഞ്ഞ് വാഷും അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ആക്കുമ്പോഴേക്കും ഒന്നും കൂടിയും സെറ്റ് ആവുമെന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണത് പോയിട്ട് ഒന്നും സെറ്റായിട്ട് ബൗൺസായിട്ടൊക്കെ നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.